ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദ ഈ മഹിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചെന്നും അതുപോലെ മഹിക്ക് ഇനിയിപ്പോൾ ജീവിതത്തിൽ നന്ദയുണ്ടെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് നന്ദയെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു വാവച്ചനുമായിട്ട്. അപ്പോൾ വാവച്ചൻ, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു, അവളുടെ അവസാനം ഞാൻ കാണിച്ചു തരാം, അവളിനി ഇവിടെ ജീവനോടെ ഉണ്ടാകണ്ട, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം, നന്ദയെ വെറും ഓർമ്മയാക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുക. അങ്ങനെ വാവച്ചനാണെന്നുണ്ടെങ്കിൽ ഈ മഹിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നു. നന്ദയെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് നമ്മുടെ നന്ദ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. നന്ദ മാത്രമല്ല, മറ്റാരും ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേശ്വരൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി അവിടെ പറയുന്നത്. അപ്പം ലക്ഷ്മി ഇത് പറഞ്ഞു, ഇന്നത്തെ ദിവസം മഹേശ്വരേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഭംഗിയായി ചെയ്യണമെന്നും ഒരു സദ്യവട്ടം തന്നെ ഒരുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ലക്ഷ്മിയുടേതാണ്. ലക്ഷ്മി അതിനൊക്കെ മുൻകൈ എടുക്കുന്നു. അതിനകത്ത് മറ്റുള്ളവരും സപ്പോർട്ട് ചെയ്തെല്ലാം ചെയ്യുന്നു. നന്ദയാണെന്നുണ്ടെങ്കിൽ പതുപോലെ തന്നെ കോളേജിൽ പോകുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നന്ദയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു സമയം വരെ ഉള്ളിൽ നെഞ്ചിൽ തീയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മഹേശ്വരൻ. ഇവളിവിടെ നിന്ന് പോയാൽ മാത്രമാണല്ലോ വേറെ പണി നടക്കത്തുള്ളൂ. അപ്പോൾ മഹേശ്വരൻ ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക. അപ്പം നന്ദ കോളേജിൽ പോകുന്നത് ഇങ്ങനെ കണ്ണു നട്ട് നോക്കിയിരിക്കുന്നു. ഈ സമയം നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ രാവിലെ തന്നെ ഭർത്താവിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുക. ബാക്കിയുള്ളവരെല്ലാവരും മഹേശ്വരൻ്റെ പിറന്നാളിൻ്റേതായ കാര്യങ്ങളും ഇതെല്ലാം ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മഹേശ്വരൻ മുറിയിൽ നിന്നിറങ്ങാതെ ഫോൺ വിളി, അതും വാവച്ചനെയാണ്. വാവച്ചൻ വിളിച്ച് ഏതൊക്കെയോ ഗുണ്ടകളെ സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് നമ്മുടെ നന്ദയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗുണ്ടകളുമായിട്ട് ഇങ്ങനെ വാവച്ചൻ ഡീലിങ്സ് നടത്തിയ കാര്യങ്ങളെല്ലാം മഹിയെ വിളിച്ചു പറയുവാണ്. മഹേശ്വരനായിട്ട് ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഇയാൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയം ബർത്ത്ഡേക്കാരനെ വിഷ് ചെയ്യാനായിട്ട് ഇതേ നമ്മുടെ അവിടുത്തെ പവിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പവിത്ര ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ ഫോൺ വിളി. അപ്പോൾ കുറേ നേരം പവിത്ര ഇങ്ങനെ നോക്കി നിന്നു. ആരെയായിരിക്കും ഈ ചെറിയച്ഛനീ വിളിക്കണേ, അങ്ങനെയൊക്കെ ഈ വല്യച്ഛനീ വിളിക്കണേ എന്നൊക്കെ ഇങ്ങനെ ആകെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പവിത്രയ്ക്ക് പിന്നെ എന്താണ് ഈ ഒരു ഇത് മതിയല്ലോ, പെട്ടെന്ന് ഇതാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല, ഇങ്ങ് പോന്നു. ഒരു തവണ പോയി, 2 തവണ പോയി, ഒരു രക്ഷയില്ല, ഏത് നേരവും ഫോണില്ല. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രയ്ക്ക് മൊത്തത്തിലൊരു സംശയം വന്നു, ഇത് എന്താ സംഭവം എന്നിങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ മോഹിനിയുടെ അടുത്തേക്ക് ചെയ്യുന്നു. അപ്പോൾ മോഹിനി അവിടെ കറികൾക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പിങ്കി തൊട്ടരികിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ലക്ഷ്മി അമ്പലത്തിൽ നിന്ന് വരുന്നത്. അമ്പലത്തിൽ നിന്ന് വന്ന ലക്ഷ്മി, ആ മോഹിനി നീ ഇപ്പോഴേ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ചെയ്യേണ്ട ഏട്ടത്തി, സമയമാകുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പവിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പവിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, നീ ഇത് ഇതിലൊക്കെ ഇറങ്ങി നടക്കുക പവിത്ര, ഇവിടെ ഒരു 100 കൂട്ടം ജോലിയുണ്ട്, നിനക്കത് അറിയില്ലേ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ ബർത്ത്ഡേക്കാരനെ ഒന്ന് വിഷ് ചെയ്യാൻ പോയതാ അമ്മേ, പക്ഷേ വിഷയിലൊന്നും നടന്നില്ല. അതെന്ത് പറ്റി? എൻ്റെ പൊന്നെ, ഫോൺ വിളി എന്ന് പറഞ്ഞ് ഇതുപോലെയുണ്ട് ഒരു ഫോൺ വിളി, മണിക്കൂറുകളായിട്ടുള്ള ഫോൺ വിളിയാണ്, അതെന്താണോ എന്ന് എനിക്കറിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അല്ലെങ്കിലും വല്യച്ഛൻ എന്തൊക്കെയോ ഒരു പേടി തട്ടിയിട്ടുണ്ട്, വല്യച്ഛൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മോഹിനി പറഞ്ഞു ഇത് ഈ ടെൻഷൻ തുടങ്ങിയിട്ട് അന്ന് അവിടെ എസ്റ്റേറ്റിലെ തിരിമറികൾ പുറത്ത് വന്നതോടുകൂടി മഹേശ്വരേട്ടന് ഈ പറയുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതാണല്ലോ എന്ന്. ആ സമയം നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിലായി ഈ കാശ് മുക്കിയത് അയാളാണെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ലക്ഷ്മി ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അവരാണെങ്കിലും മാക്സിമം അങ്ങോട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മോഹിനിയും പിങ്കിയും ഒക്കെ. അപ്പോൾ പിങ്കി ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. പിങ്കിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ മോഹിനി പറഞ്ഞു, ദേ നിങ്ങൾ പെട്ടെന്നൊന്ന് കൂടിക്ക്, ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് റെഡി ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും, നന്ദ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം നന്ദമോള് കോളേജിൽ പോയി. അതെന്ത് പണിയാമായി? പിന്നെ വെല്ലിച്ചൻ്റെ ഈ ഒരു പിറന്നാൾ ദിവസം കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തേണ്ടത് നന്ദേച്ചിയല്ലേ എന്ന് പവിത്ര ചോദിച്ചു. അതെ, അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നന്ദയല്ലേ, അതല്ലേ ഒരു യഥാർത്ഥ മരുമകളുടെ കടമ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ മനസ്സിലേക്ക് നന്ദയെക്കുറിച്ചുള്ള ചെറിയൊരു ഇതങ്ങ് എടുത്തിട്ട് കൊടുക്കുകയാണ് ഈ പറയുന്നത് നമ്മുടെ പിങ്കി. അപ്പം ലക്ഷ്മി പറഞ്ഞു, നന്ദമ്മോള് കോളേജിൽ പോയിരിക്കുകയാണ്, അവൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും, ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞു.
അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ ഒരു ഇഷ്ടക്കുറവിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴും ലക്ഷ്മിയുടെ ഉള്ളിലും ഇങ്ങനെ എന്തോ ഒരു ആവലാതി പോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. കാരണം എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്നുള്ള കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി. ലക്ഷ്മി ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു സന്തോഷമില്ല. ലക്ഷ്മിക്ക് സന്തോഷമില്ലെന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ പിങ്കിക്ക് മനസ്സിലായി. പിങ്കി എന്നിട്ട് ഇങ്ങനെ ലക്ഷ്മിയെ തന്നെ വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഈ സംസാരം കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മി അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദ കോളേജ് വിട്ടിങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ നന്ദ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ആളൊഴിഞ്ഞൊരു സ്ഥലം ആരുമില്ല. അപ്പോൾ നന്ദ ഇങ്ങനെ തന്നെ നടന്നു വരുന്ന സമയത്ത് നന്ദയുടെ പിന്നിൽ ഒരു വാൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വാൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ നന്ദ അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരിങ്ങനെ നന്ദയെ ഫോളോ ചെയ്തു വരുന്ന സമയത്ത് നന്ദ ഇതൊന്നും അറിയുന്നില്ല. നന്ദ ഇങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നേ. ആ സമയത്ത് ഇവന്മാർ നന്ദയുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി നന്ദയെ വലിച്ച് കയറ്റി വണ്ടിയിലേക്ക്. അങ്ങനെ നന്ദയെ വലിച്ച് കയറ്റി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി എന്തോ മണപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടു, വായും പൊത്തി കെട്ടിയിട്ടു. നന്ദയെ കൊണ്ടുപോയമാർ ആ സെക്കൻഡിൽ തന്നെ വാവച്ചനെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ പറഞ്ഞ ആളെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതുപോലെ എത്തിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വാവച്ചന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താ, നന്ദ ഇനിയിപ്പോൾ അധിക ദിവസം ജീവനോടെ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അവളെ കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ക്യാഷിൻ്റെ കാര്യവും ഞങ്ങൾ റെഡിയാക്കിക്കോളാം എന്നും പറഞ്ഞ് ഈ വാവച്ചൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. വാവച്ചൻ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ മഹിയെ വിളിക്കുന്നു. മഹിയെ വിളിച്ചപ്പോഴും മഹി ടെൻഷൻ അടിക്കുക. കാരണം വാവച്ചൻ്റെ കോൾ ഒരു പരിധി കൂടുതൽ വന്നു കഴിയുമ്പോൾ പ്രശ്നമാകുമല്ലോ. അപ്പോൾ ഓരോ കോൾ വരുമ്പോഴും ഓരോ ടെൻഷനാണ് മഹിക്ക്. എന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ കോൾ വരുന്നത്. പെട്ടെന്ന് തന്നെ ചാടി കോൾ എടുത്തു. സാറേ, വാവച്ച എന്തായി വാവച്ചാന്ന് ചോദിച്ചപ്പോൾ സാറേ അവളെ അവന്മാർ പൊക്കി സാറേ, ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സാറ് തന്നെ പറയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ പറയാം, തൽക്കാലം അവൾ അവിടെ തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ മഹേശ്വരൻ എന്ന് പറയുന്നവനെ കൊന്നു തിന്നാൻ അല്ലെങ്കിൽ കൊന്നുകളയാൻ പാകത്തിനുള്ളൊരു ആയുധവും ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ നന്ദ പോയിരിക്കുന്നത്. അത് ഈ മഹേശ്വരനെ അറിയില്ല. നന്ദയെ ഇവിടെ നിന്ന് മുക്കിയ നേരം കൊണ്ട് മഹേശ്വരനായിട്ടുള്ള പണി നമ്മുടെ നന്ദ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഗാഥ എന്ന രൂപത്തിൽ. അങ്ങനെ മഹേശ്വരൻ ഇതൊന്നും അറിയാതെ നന്ദയെ കൊല്ലാനുള്ള സമയവും സന്ദർഭങ്ങളും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യുക എന്നും പറഞ്ഞ് അവരെ പറഞ്ഞതാക്കി. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഇവിടെ മഹേശ്വരൻ ഭയങ്കര ഇതായിട്ടിരിക്കും. അപ്പോൾ മഹേശ്വരൻ്റെ ഈ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് ലക്ഷ്മി ഇങ്ങനെ മഹേശ്വരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ മഹിയേട്ടാ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണോ മഹിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ്റെ ഇതൊക്കെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ടെൻഷനോ എനിക്ക് ടെൻഷനൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും തോന്നുന്നുണ്ട് മഹിയേട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്താ മഹിയേട്ടൻ, ഞങ്ങളോട് പറയാൻ കഴിയുന്നതാണെങ്കിലും പറയാൻ പറഞ്ഞു. നിനക്ക് എന്താ ലക്ഷ്മി പറ്റിയത്, നീ എപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത് എന്താ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് മഹേട്ടൻ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആരും ഉപദേശിച്ചിട്ട് എന്നാ കാര്യം, ഒരു കാര്യവും ഇല്ല. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്തായാലും നന്ദയെന്ന് പറയുന്ന ആൾ ഓർമ്മയാകാൻ പോവുകയാണെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിചാരത്തിൽ മഹേശ്വരൻ പിന്നെ അങ്ങോട്ട് ഇന്നത്തെ ദിവസം ഇനിയിപ്പം ഞാനായിട്ട് ഒന്നും കളഞ്ഞൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ലക്ഷ്മിയോട് പറയുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മി ഇതൊക്കെ കേട്ട പാവം അത് വിശ്വസിച്ച് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗൗതം അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നു. യാത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു കേസന്വേഷണവും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗൗതം വീട്ടിലേക്ക് കയറി വരുമ്പോഴും നന്ദ വീട്ടിലില്ല. ഗൗതം വന്ന് കഴിയുമ്പോഴാണ് നന്ദ വരാത്തതിനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാകുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നതും. പക്ഷേ അപ്പോഴും നന്ദ ആരുടെയെങ്കിലും കൂടെ പോയി എന്നുള്ളൊരു രീതിയിലാണ് അവിടെ സംസാരം വരികയുള്ളൂ ആദ്യം. പിന്നെയാണ് നന്ദയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള കാര്യത്തിൽ ഇവർ അന്വേഷിച്ചിറങ്ങുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എന്തായാലും അധിക ദിവസമൊന്നും നന്ദയെ ഒളിപ്പിച്ചു വെക്കാനോ അല്ലെങ്കിൽ നന്ദയെ അപായപ്പെടുത്താനോ ഈ പറയുന്ന മഹേശ്വരന് കഴിയില്ല. കാരണം മഹേശ്വരൻ്റെ ജീവൻ എടുക്കുന്ന വജ്രായുധം അതിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷമുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളും കഥാവിശേഷങ്ങളുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.